ഹരി, സി എ ഫൈനൽ അല്ലേ? എന്താണ് ഓൾ ടുഗെദർ സി എനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സി എനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഡിഗ്നിറ്റി തന്നെയാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. മീൻസ് നമുക്ക് ഇപ്പോൾ ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ ഫൈനൽ സ്റ്റുഡൻ്റാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ആക്സെപ്റ്റൻസും ആ ഒരു പ്രിവിലേജും നമ്മളിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ സ്റ്റേജുകളും നമ്മൾ പാസ്സായി വരുമ്പോഴും ഫൗണ്ടേഷൻ പാസ്സാകുമ്പോഴും നമുക്ക് ഇതിൻ്റെ പാരൻസിനുണ്ടാകുന്ന ഹാപ്പിനെസ്, സൊസൈറ്റിയിൽ നമ്മളെ റെക്കഗ്നീഷൻസ്, അതേപോലെ ഇൻ്റർ കഴിഞ്ഞപ്പോൾ ഉണ്ടായത് ഫൈനലിൻ്റെ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ക്ലിയർ ആണ്. ആ സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടായിരുന്ന ആ ഒരു ആക്സെപ്റ്റൻസ് അതെനിക്ക് വേറൊരു കോഴ്സിനും എനിക്കതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മളൊരു വെൻ വി ജോയിൻഡ് ഇറ്റ് സെൽഫ് നമ്മൾ അറിയാത്തവർ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഒരു CA-കാരനായിട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ ഒരു ട്രീറ്റ് ചെയ്യുന്നുള്ളത്. സോ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രിവിലേജസ്, നല്ലൊരു പ്രിവിലേജ് കിട്ടുന്നൊരു കോഴ്സായിട്ട് തന്നെയാണ് ഞാൻ അന്ന് ചൂസ് ചെയ്യുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ആൾക്കാർ പറയുന്ന ഒരു രീതിയിലുള്ള ഹൈപ്പ് ഡിസേർവിങ് ആണ് ഈ കോഴ്സ്, അത് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് CA-നെ കുറിച്ച് പറയാനുള്ളത്. സോ ഹരി പറയുന്നത് നമ്മൾ ആദ്യം CA-നെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കുട്ടികളും പറയാറ് റിവാർഡിങ് ആണെന്നാണ്, നല്ല സാലറി കിട്ടും. അപ്പോൾ മോർ ദാൻ ദി സാലറി നമുക്ക് ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസും കൂടി ഇവിടെ എന്തായാലും ഉണ്ട്. റിവാർഡിങ് ഓഫ് കോഴ്സ് റിവാർഡിങ് ആണ്. ഇപ്പോൾ സാറിന് അറിയാം, നമുക്ക് ക്വാളിഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കുറേ ഫ്രണ്ട്സെല്ലാം ക്വാളിഫൈ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത് ഒരു ദിലേമ വരുന്നത് ഏത് ജോബിന് കയറണം എന്നുള്ളതാണ്. ജോബ് കിട്ടാത്തതല്ല, നമുക്കൊരു വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് വരും, ആ ഓപ്ഷൻസ് ചൂസ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് ചോദിക്കുന്നത്. ആർട്ടിക്കിൾഷിപ്പ് എവിടെയാണ് ചെയ്തത്? ഞാൻ കാസർഗോഡ് തന്നെയായിരുന്നു, നാട്ടിൽ തന്നെ. ഓക്കെ, എന്തായിരുന്നു ആർട്ടിക്കിൾഷിപ്പ് എക്സ്പീരിയൻസ്? എന്തായിരുന്നു ആർട്ടിക്കിൾഷിപ്പ്? അതായത് നമുക്കൊരു എല്ലാ ഏരിയാസിലേക്കും നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. ഓരോ ഇപ്പോൾ ബാങ്കിങ് സെക്ടറിലുള്ള വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, ടാക്സ് ഓഡിറ്റ്സുകൾ ചെയ്യുന്നുണ്ട്, GST റിലേറ്റഡ് വർക്ക്സുകൾ ചെയ്യും, മറ്റേ ഇൻറ്റേർണൽ ഓഡിറ്റുകൾ, ഗവൺമെൻറ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റുകൾ. അതൊക്കെ നമ്മൾക്ക് ഓരോ ജസ്റ്റ് തിയറികൾ. ഈ CA കോഴ്സിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് തിയറിറ്റിക്കൽ നോളജ് മാത്രമല്ല, അത് ശരിക്കും ആർട്ടിക്കിൾഷിപ്പ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സ്കില്ലിൻ്റെ കൂടെ അല്ല, നോളജിൻ്റെ കൂടെ സ്കില്ല് കൂടെ എന്തെങ്കിലും മീറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്കൊരു ജോബ് പെർഫോമൻസ് ഉണ്ടാവുക. അതെനിക്ക് തോന്നുന്നത് CA കരിക്കുലത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? കാരണം ഒരു ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് കഴിയുമ്പോൾ ഒരു നോളജ്ഫുൾ ആണ്, അതിൻ്റെ കൂടെ ഈ ഒരു ആർട്ടിക്കിൾഷിപ്പ് പീരിയഡിലേക്കുള്ള സ്കില്ലും കൂടി അക്യൂറേറ്റ് ആണ് അവൻ ഫൈനൽ എക്സാമിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും CA-ക്ക് മാർക്കറ്റിൽ ഇത്രയും ഡിമാൻഡിങ് ആയിട്ട് വരുന്നത് അല്ലേ? എനിവേ, എന്നോട് സ്ഥിരമായിട്ട് കുട്ടികൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ IIM തന്നെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് ആർട്ടിക്കിൾഷിപ്പ് പല സ്ഥലത്ത് പോയിട്ട് പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ ഫൈനലിലേക്ക് എത്തുമ്പോൾ മിസ്സാവുന്നൊരു സാധനമുണ്ട്. മിസ്സാവുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ അവർക്ക് മിസ്സാവുന്നുണ്ട്. കാരണം അവർ ഫൗണ്ടേഷനിലും ഇൻ്റർമീഡിയറ്റിലും നമ്മളുടെ നല്ലൊരു സ്ട്രക്ചറിൽ പഠിച്ചു പോയ കുട്ടികളാണ്. ഫൈനലിൽ എത്തുമ്പോൾ അവർ സ്കാറ്റേർഡ് ആണ്. ആ സ്കാറ്റേർഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിച്ചിരുന്നിട്ട് പിന്നെയും ഫൈനൽ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടില്ല. ആ ഒരു സമയത്താണ് നമ്മൾ CA ഫൈനലിൻ്റെ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് സ്റ്റുഡൻസിന് വലിയൊരു അനുഭവം തന്നെ ആവണം. എന്താണ് ഹരിക്ക് പറയാനുള്ളത്? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? അതിപ്പോൾ നമ്മൾ CA ഫൈനൽസിലൊക്കെ എത്തുമ്പോൾ നമുക്ക് പഠിക്കാൻ കുറേ ഉണ്ട്. മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളതൊരു സ്റ്റഡി സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു എൻവിറോൺമെൻ്റ് ആണ്. കറക്റ്റ്. അതില്ലാത്തത് കൊണ്ടാണ് പലരും പല അറ്റംപ്റ്റുകളും കുറേ എടുക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചേർഡായ രീതിയിൽ ഇതെങ്ങനെ പഠിക്കാം, ഏതൊക്കെ പോർഷൻസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, ഏതൊക്കെ പോർഷൻസ് നമുക്ക് ഒഴിവാക്കാം, ആ പോർഷൻസ് എങ്ങനെ പഠിക്കണം, അതുപോലുള്ള സ്കിൽസുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക ഇതുപോലത്തെ റെസിഡൻഷ്യൽ ബാച്ചുകൾ. നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഷെഡ്യൂൾസാണ് ചെയ്യണം. ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മുടെ ഇനി എത്ര ദിവസങ്ങൾ എക്സാമിലേക്ക് ഉണ്ടാവും ആ ദിവസങ്ങൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഓരോ ദിവസം ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്യണം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഫൈനൽസിന് ഭയങ്കരമായ ഗൈഡൻസോ വലിച്ചു പിടിച്ച് കെട്ടുന്ന പോലത്തുള്ള ഒരു സംഭവമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അവർക്ക് ഓരോ ഇൻഡിവിജ്വലിനും എന്താണോ വേണ്ടത്, എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യേണ്ടത്, അപ്പോൾ അവർക്ക് ഇൻഡിവിജ്വലി വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പോരാത്ത ഗ്രൂപ്പ്സ്, നല്ലൊരു സ്റ്റഡി സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റ്, വന്നിരുന്ന് പഠിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ IIM ഇപ്പോൾ രാത്രി ലേറ്റ് നൈറ്റൊക്കെ പലപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണാറുണ്ട് നമ്മുടെ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നത്. ലൈക്ക് ഒരു 8 മണിയായാലും 9 മണിയായാലും 10-12 മണിക്കും കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കേട്ടോ. ചില ലേറ്റ് നൈറ്റിലും ഒരു കുട്ടികൾ ഇവിടെ നിന്ന് പഠിക്കുകയാണ്, നമ്മൾ അവേഴ്സ് കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആക്കുകയാണ് അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? രാവിലെ എത്ര മണിക്ക് എണീക്കവർ?
ഇപ്പോൾ നമ്മളെങ്ങനെയാ വെച്ചാൽ ഓരോ സ്റ്റുഡൻസിനും ഓരോ പാറ്റേൺ ആണ്. ഓക്കെ അപ്പം നമ്മുടെ എല്ലാവരുടെയും ഡിമാൻഡ്സ് കാറ്റർ ചെയ്യുന്ന രീതിയിലാണ് എല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഓക്കെ നമുക്ക് രാവിലെ 8 മണിക്ക് വന്നിട്ട് രാത്രി 3 മണി വരെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അത് just രാവിലെ 3 മണി വരെ. പിന്നെ കിട്ടുന്ന ഒരു 6 hours ഗ്യാപ്പാണ്. ആ 6 hours ഗ്യാപ്പ് അവർ ഉറങ്ങി വീണ്ടും ഒരു 8 or 9 o'clock തിരിച്ചു വരും. ഓക്കെ ഓക്കെ അല്ലെങ്കിൽ ഒരു 5:36 വന്നിട്ട് രാത്രി 12 o'clock പോകും. ഓക്കെ അപ്പൊ എല്ലാ ഫെസിലിറ്റീസും 1-to-1 ആണ് കാര്യങ്ങളൊക്കെ അല്ലേ? ഉറപ്പായിട്ടില്ല 1-to-1 ആണ്. നമ്മൾ ഒഫീഷ്യലായി ടൈമിംഗ് പറഞ്ഞിട്ടുള്ളത് 8 to 10 ആണെങ്കിലും 24 hours റൺ ചെയ്യുന്ന ഒരു റെസിഡൻഷ്യൽ ബാച്ചാണ് നമ്മുടെ. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളുടെ സർക്കിൾ, നമ്മളുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ കുറേ ഗോസിപ്സും കുറേ ഫണ്ണും കുറേ എൻ്റർടൈൻമെൻറ്റിൻ്റെ അപ്പുറം നമ്മളുടെ ഗ്രോത്തിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മളുടെ കരിയറിന് സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മളുടെ ഫ്യൂച്ചറിന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുടെ ഉള്ളിലാണ് നമ്മളെങ്കിൽ ഇറ്റ്സ് ലൈക്ക് വി ആർ സ്വിമ്മിങ് വിത്ത് ദ ഫ്ലോ. ആ ഒരു ഫ്ലോ തന്നെ അങ്ങോട്ട് പോകും. എനിക്ക് ഈ CA ഫൈനലിൻ്റെതായാലും അതേപോലെ ഇൻ്റർമീഡിയറ്റിൻ്റെ ആയാലും ഈ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് കാണുമ്പോൾ ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണോ ശരിക്കും? കുട്ടികൾക്ക് ആ സ്വന്തം വീട്ടിലിരുന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണം ഇവിടുന്ന് കിട്ടുന്നുണ്ടോ? ഓഫ് കോഴ്സ് അത് കിട്ടുന്നുകൊണ്ടാണ് സാർ. നമ്മളെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞിട്ടും സെക്കൻഡ് ബാച്ചിന് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് 40 സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻസ് ഉണ്ട്. നമ്മൾക്ക് കൂടുതൽ അഡ്മിഷൻസ് വന്നിരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് ഒക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് മാത്രമേ അഡ്മിഷൻസ് എടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് ആ ഒരു ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ് സ്റ്റഡീസ് ആവട്ടെ സർക്കിൾസ് ആവട്ടെ നമ്മൾ ഫോം ചെയ്തിട്ട് ഓരോ ഒറ്റയ്ക്ക് പഠിക്കേണ്ട സബ്ജക്റ്റ് അവർ ഒറ്റയ്ക്ക് പഠിക്കണം. ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് ഡൗട്ട് വരുമ്പോൾ സ്പോട്ടിൽ അവർക്ക് ഇൻ കേസ് ഞാൻ അവൈലബിൾ അല്ലെങ്കിൽ കൂടിയും അടുത്ത് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം അധികവും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അവർ ഗ്രൂപ്പ് സർക്കിൾസ് ഉണ്ട്, ഗ്രൂപ്പ് സ്റ്റഡികൾ ഉണ്ട്, ഓരോ സബ്ജക്റ്റിന് ഓരോ ടീമുകളുണ്ട്. സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ്സ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും മൊബൈൽ ഫോണിലൊക്കെ ടൈമേഴ്സൊക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഡെയിലി ഒരു 12 hours പഠിക്കുന്നവരുണ്ട്. ഞാനാ ഇന്ന് കൂടുതൽ പഠിച്ചത്, അങ്ങനത്തെ ഒരു മൈൻഡാണ്. 12 hours ഉണ്ടാവും, 13 hours. അത് കറക്റ്റ് മൊബൈലിൽ ട്രാക്ക് ചെയ്ത് ഇത്ര മണിക്കൂർ പഠിച്ചു. സത്യത്തിൽ അവരൊരു 3-4 മാസം ഈ ഒരു ക്യാമ്പിന് വന്ന് നിൽക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അല്ലേ? അതെ അതെ, എൻ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഒന്നുമില്ല, ഹോസ്റ്റലിൽ വരിക, ഹോസ്റ്റലിൽ നേരെ ക്ലാസ് IIM വരിക, IIM നിന്ന് വന്നിട്ട് പഠിക്കുക, തിരിച്ചു പോവുക, ഇതേ മാത്രം. ഇങ്ങനെ പഠിക്കുമ്പോൾ ശരിക്കും ബോറടിക്കില്ലേ? 4 മാസം 12 മണിക്കൂർ എന്നൊക്കെ വെച്ചിട്ട് പഠിക്കുമ്പോൾ ബോറടിക്കില്ലേ? പക്ഷേ ആ ഇറ്റ് ഡിസേർവ്സ്, അതാണല്ലോ സാർ ഈ കോഴ്സ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അത് അറിയില്ലായിരിക്കും അല്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ടില് എല്ലാ സ്റ്റുഡൻസും ഉണ്ടല്ലോ. മീൻസ് ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട്, ഇന്റർ ബാച്ച് ഉണ്ട്, ഫൈനൽ ബാച്ച് ഉണ്ട്. അപ്പോൾ ഇവർ ഭയങ്കര ഐസോലേറ്റ് ചെയ്തിരുന്ന് പഠിക്കുകയല്ല, ഇവരുടെ കൂടെയൊക്കെ മിങ്കിളും ചെയ്ത് എല്ലാവരോടും ഇൻട്രാക്ഷൻ ചെയ്ത്. ഇപ്പോൾ നമ്മളുടെ ഫൈനലിലേക്ക് ആണ് ഫൈനൽ ബാച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് ഫൗണ്ടേഷൻ സ്റ്റുഡൻസും ഇന്റർ സ്റ്റുഡൻസും വന്ന് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹാപ്പിനെസ് ആണ്, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഒരു ടോട്ടൽ അറ്റ്മോസ്ഫിയർ എനിക്കൊന്ന് കേരളത്തിൽ തന്നെ വളരെ റെയറായിട്ട് ഇങ്ങനെ എല്ലാം കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഫൗണ്ടേഷൻ, അതേപോലെ ഫൈനൽ, അതുപോലെ ഇന്റർമീഡിയറ്റ്, അതും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ലൈക്ക് ക്ലാസ്സസും ഉണ്ട്, അതേപോലെ ക്യാമ്പ്സ് ഉണ്ട്, അതേപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എല്ലാം കൊടുക്കുന്ന വളരെ റെയറായിട്ട് ഉണ്ടാവുമായിരിക്കും അല്ലേ? അതെ, CA ഇപ്പോൾ ഫൗണ്ടേഷനിൽ നമുക്ക് ബാച്ചസ് ഉണ്ട്, ഇന്റർനുണ്ട്, ഇപ്പോൾ ഫൈനലിനുണ്ട്. അപ്പോൾ അത് വളരെ റെയറായിട്ടുള്ള, അതും നല്ല സ്റ്റുഡൻസ് അങ്ങോട്ടും നല്ല രീതിയിൽ ഇന്ററാക്ഷൻസ് ചെയ്യുന്നത്, സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സപ്പോർട്ട്സും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പോൾ സ്റ്റുഡൻസ് എന്നാണെങ്കിൽ കൂടിയും നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പ്സ് നടക്കുന്ന ക്ലാസ് റൂംസിന്റെ പുറത്ത് വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക് സൈലന്റ് ആവും. അവരും ഈ ഇവരുടെ അവരത് കണ്ടുപഠിക്കും അല്ലേ? ഹൗ ടു സ്റ്റഡി, എങ്ങനെയാ പഠിക്കേണ്ടത് എന്നുള്ളത് ഫൈനൽസിൽ നിന്ന് കണ്ടുപഠിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു അവര് ഫൈനൽസിനെയും അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് രണ്ടാൾക്കും പരസ്പരം ഗുണം ചെയ്യും അല്ലേ? മീൻസ് ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ് ഇപ്പോൾ ഫൗണ്ടേഷനിലോ ഇന്റർമീഡിയറ്റിലോ വന്നിട്ടുണ്ടെങ്കിൽ ഫൈനലിൽ കണ്ടിട്ട് അവർ കുറച്ച് ഇൻസ്പയർഡ് ആവും. അതേപോലെ ഫൈനൽസ് എന്ത് ചെയ്യും, ഈ കുട്ടികളൊക്കെ കണ്ടിട്ട് അവരും എന്ത് ചെയ്യും, കുറച്ച് അല്ലെങ്കിൽ അവർ ഡൗട്ട് പറഞ്ഞു കൊടുത്തിട്ടെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് ഇവരിപ്പോൾ പറയുന്നുണ്ട്. മീൻസ് നമ്മളിവിടെ IIM ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എൻവിറോൺമെന്റ് കണ്ടിട്ട്, അതായത് ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് വരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എൻവിറോൺമെന്റ് കണ്ടിട്ട് സ്റ്റുഡൻസ് എന്നോട് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഫൗണ്ടേഷൻ പഠിക്കുമ്പോൾ നമ്മൾക്ക് ഇത്രയും സീരിയസ്നെസ് ഉണ്ടായിരുന്നില്ലെന്നാണ്. ഈവൻ ഇപ്പോൾ ഇവിടെ ഇത്രയും ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ഇടുന്ന എഫേർട്ടുകൾ ഭയങ്കര വർത്തിങ്, അത്രയും എഫേർട്ടുകൾ അവർ ഇടുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇതുപോലത്തെ ഒരു കൾച്ചർ നമ്മൾക്കുള്ളത് കണ്ണൂർ ബേസ്ഡുള്ള സ്റ്റുഡൻസ് മാത്രമല്ല, ഓൾ ഓവർ കേരളയിൽ, ഈവൻ ചെന്നൈയിൽ നിന്ന് വരെ നമുക്ക് ഒരു അഡ്മിഷൻസ് ഉണ്ട്. ഗ്രേറ്റ്, ദാറ്റ്സ് റിയലി പ്രൂഫ്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഇവർ ഓൾമോസ്റ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പോയി പഠിച്ചവരാണ്. ഇവർ നമ്മളോട് ജെന്യൂനായിട്ട് പറയുന്ന റീസൺ ഇതാണ്, ഇതുപോലുള്ളൊരു സ്റ്റഡി എൻവിറോൺമെൻറ്റ് ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം 10 മണി വരെ ബോയ്സും ഗേൾസും എല്ലാ സ്റ്റുഡൻസും ക്ലാസ്സിലിരുന്ന് പഠിക്കുക,
പഠിച്ച് കഴിഞ്ഞ് റൂമിൽ പോയി ഇരുന്നാലും രാത്രി 2 മണി വരെയൊക്കെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞ ഹോസ്റ്റലിൽ. അപ്പോൾ ആ ഒരു എൻവിറോൺമെൻറ്റ് അവർ IIM അല്ലാണ്ട് വേറെ എവിടെയും കണ്ടിട്ടില്ലെന്ന്. സത്യത്തിൽ ഇതുണ്ടല്ലോ, ഈ ഒരു വാക്ക് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നുണ്ട്. കാരണം ഞാനൊരുപാട് കാലങ്ങളായിട്ട് സ്പെൻഡ് ചെയ്ത ഒരു കാര്യമായിരുന്നു എന്താ വെച്ചാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ പോലും അവൻ ഓട്ടോമാറ്റിക്കലായിട്ട് മാറണം എന്നുള്ള ഒരു സാധനം ഉണ്ടാക്കണം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് പല കോർണറിൽ എനിക്ക് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് നമ്മളുടെ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ച്. അവിടെ നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്, നല്ല മെൻറ്റേഴ്സ് ഉണ്ട്, നല്ല മാനേജ്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ അപ്പുറം ടോട്ടലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്പയർഡ് ആവുന്നുണ്ട്, കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിവേ ഈ കേരളത്തിൽ എനിക്കൊന്ന് റീസെൻ്റായിട്ട് 2, 3 അല്ലെങ്കിൽ 4, 5 ഒക്കെ സ്റ്റഡി ഫൈനലിൻ്റെ ക്ലാസ്സസ് പല ഇത് കൊടുക്കുന്നുണ്ട്, റെസിഡൻഷ്യൽ ക്യാമ്പ്സ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? നമുക്കിവിടെ കൃത്യമായ രീതിയിലൊരു സ്റ്റഡി ഷെഡ്യൂൾസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതിൻ്റെ കൂടെ തന്നെ ആ പോർഷൻസ് കവറപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ എക്സാംസ് കൃത്യമായിട്ട് തന്നെ നമ്മൾ മാക്സിമം നടത്താറുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഇൻഡിവിജ്വലാണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഫോർ എക്സാമ്പിൾ ഓഡിറ്റ് മാത്രമാണ് എനിക്ക് കൂടുതൽ ടഫ് എന്ന് പറയുകയാണെങ്കിൽ ആ സ്റ്റുഡൻറ്റ് നമ്മൾ നടത്തുന്നത് ചാപ്റ്റർ വൈസ് ടെസ്റ്റ് പേപ്പറുകളായിരിക്കും. ഓക്കെ. ബാക്കി സബ്ജക്റ്റ് നമ്മൾ ഫുൾ പേപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ക്വാർട്ടർലി അങ്ങനെ ആയിരിക്കും അല്ലേ? സബ്ജക്ട് വൈസ് ചാപ്റ്റർ വൈസുകൾ 4 ചാപ്റ്റർ കൂടിയിട്ട് അങ്ങനെ നടത്തും. അപ്പോൾ നമുക്കൊരു ഇൻഡിവിജ്വൽ ആയിട്ട് എപ്പോഴും ബാച്ചിൻ്റെ സൈസ് ലിമിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോരാളുടെയും ഡിമാൻഡ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആ ഒരു രീതിയിലേക്ക്. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഭയങ്കര നിയർലി അവൈലബിൾ ആണ്. പിന്നെ നമ്മളുടെ പുറത്തുനിന്ന് ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് വരുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഒരു 5 മിനിറ്റ്സ് വാക്കബിൾ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലുള്ളൊരു റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലസ് ഈവൻ ഹോസ്റ്റലൊക്കെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ്. അത് അങ്ങനെ ഒരു റെയർ ആയിട്ട് നമുക്ക് കോമ്പിനേഷൻസ് കിട്ടാറുള്ളൂ. അതും സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എല്ലാം ടൗണിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ അതും ഫ്രീ ആക്സസ് ആയിരിക്കുമല്ലോ. ബെനിഫിറ്റ് ഓൾ ടുഗെദർ എന്താണ്, വാട്ട് ഈസ് യുവർ എയിം? ഈ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് ഇപ്പോൾ ഫൈനലിന് മാത്രമല്ലല്ലോ, നമുക്കിപ്പോൾ CA ഇൻ്റർമീഡിയറ്റിനും അതേപോലെ CMA ഇൻ്റർമീഡിയറ്റ്സൊക്കെ നമ്മൾ സ്റ്റഡി ക്യാമ്പ് വെക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ കുട്ടികൾ മാറുന്നുണ്ടോ? ഓഫ് കോഴ്സ് നമുക്ക് മാറുന്നുണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു ഇതുപോലത്തെ സ്റ്റഡി ക്യാമ്പ്സ് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ ജാനുവരി 2023 ഫൗണ്ടേഷൻ സ്റ്റുഡൻസിലേക്കായിരുന്നു, ഡിസംബർ. ആ സമയത്ത് നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട്സ് പ്രകടമായിരുന്നു. ബിക്കോസ് മിയർലി സ്റ്റുഡൻസിന് ക്ലാസ്സുകൾ എടുത്ത് സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിലപ്പുറം ഹൗ ടു പ്രിപ്പയർ ഫോർ ദ എക്സാംസ്, എങ്ങനെ എക്സാംസ് എഴുതാം, എക്സാംസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതും കൂടി നമ്മൾ ആ സ്റ്റുഡൻസിനോട് കൺവേ ചെയ്യുന്നുണ്ട്. അതിലൂടെയാണ് റിസൾട്ട് വരിക. എല്ലാ സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ എക്സാംസുകൾ എഴുതണം എന്നറിയാത്തത് കൊണ്ടാണ് പല സ്റ്റുഡൻസും ഇതുപോലുള്ള പ്രൊഫഷണൽ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റാതെ. അത്തരം പ്രോബ്ലങ്ങൾ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതന്നെയാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. സ്റ്റഡി ക്ലാസ്സുകൾ ജസ്റ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ജോയിൻ ചെയ്ത് ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് ജസ്റ്റ് അക്കാഡമിക്കൽ ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അറ്റ് ദ ഫൈനൽ അവരൊരു എക്സാം എന്തിനാണോ വന്നത് ആ നീഡ്സ് മീറ്റ് ചെയ്ത് ഫൈനൽ എക്സാം പാസ്സാവുന്നത് വരെ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവണമല്ലോ. ഞാൻ എപ്പോഴും പറയുന്നൊരു മോട്ടോ ഉണ്ട്, നമ്മളുടെ മാനേജ്മെൻറ്റിൻ്റെ മോട്ടോ വെച്ച് കഴിഞ്ഞാൽ പാരൻസ് ഇവിടെ കൊടുക്കുന്ന എമൗണ്ട്, അതേപോലെ സ്റ്റുഡൻസ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം, ഈ 2 കാര്യങ്ങൾ ഒരിക്കലും വേസ്റ്റായി പോകാൻ പറ്റില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 99% നമ്മളതിൽ വിജയിച്ചിട്ടുണ്ട് അല്ലേ? കാരണം ടൈമൊക്കെ വളരെ പ്രൊഡക്റ്റീവായിട്ട് കുട്ടികൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ലേസി ആയിട്ടുള്ള ആൾക്കാരിൽ വളരെ കുറവാണ്. കറക്റ്റ്, അത് ശരിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലൈവ് എക്സാമ്പിൾ എന്താ പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. ആ സ്റ്റുഡൻറ്റിൻ്റെ സ്വന്തം ബ്രദറിനെ ഇവിടെ CA ഫൗണ്ടേഷന് ഫൈനലിന് വന്ന കുട്ടി അവൻ്റെ ബ്രദറിനെ ഇവിടെ ജോയിൻ ചെയ്തു. കറക്റ്റ് റെസിഡൻഷ്യൽ ബാച്ചിന് വന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ. ഇപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ ജനുവരി ബാച്ചിലേക്കുള്ള ഫൗണ്ടേഷൻ ബാച്ചിൽ സ്വന്തം ബ്രദർ മലപ്പുറത്തുനിന്ന് ഇവിടെ കണ്ണൂർ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ നമ്മളാരും പറഞ്ഞിട്ടല്ല, പക്ഷേ ഹി നോസ്, അവൻ സ്വയം കണ്ടിട്ട് ഇവിടുത്തെ എൻവിറോൺമെൻറ്റും ഇവിടുത്തെ സ്റ്റഡി സെക്ടേഴ്സും ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആയാലും ബാക്കിയുള്ള മാനേജ്മെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആയാലും കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ കൊണ്ട് ചേർത്തതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശരിക്കും IIM സംബന്ധിച്ചിടത്തോളം സക്സസ് എന്താണ് എന്നുള്ളത് പറയുന്നത്. There is a general saying that something is better than nothing. But I personally always take it in another way. Like nothing is better than something. What I mean is like നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ചെയ്യണം അല്ലേ? നത്തിങ് ഈസ് ബെറ്റർ ദാൻ സംതിങ് മീൻസ് സംതിങ് ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, പക്ഷെ ചെയ്യുന്നുണ്ടെങ്കിലോ
ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു കരിക്കുലം, നമ്മുടെ CA ആവട്ടെ, ACC ആവട്ടെ, CMA ആവട്ടെ, ആ ഒരു പാർട്ട് നമ്മൾ നന്നായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണ് ഹരിയുടെ ഒരു എക്സ്പീരിയൻസിൽ തോന്നുന്നത്? ഉണ്ട്. മിയർലി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പ്രോഫിറ്റ് ഡ്രിവണായി മാത്രം ശ്രമിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിനോടുള്ള കമ്മിറ്റ്മെൻറ്റും, അത് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നായാലും ഫാക്കൽറ്റീസിൻ്റെ സൈഡിൽ നിന്നായാലും നല്ലൊരു കമ്മിറ്റ്മെൻറ്റ്, ജസ്റ്റ് ക്ലാസ് റൂംസിനകത്തുള്ളൊരു കമ്മിറ്റ്മെൻ്റ് അല്ല, അത് ബിയോണ്ട് ദ ക്ലാസ് റൂംസ്. ഇപ്പോൾ നമ്മൾക്കറിയാം പല ഫാക്കൽറ്റീസും രാത്രി ഒരു 6 മണി വരെയൊക്കെ ഇരുന്ന് സ്റ്റുഡൻസിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ സാറാണെങ്കിലും ഉമർ സാറാണെങ്കിലും എല്ലാവരും നമ്മുടെ കൂടെ രാത്രി ഒരു 8 o'clock ഇരുന്നിട്ട് സ്റ്റുഡൻസിൻ്റെ നീഡ്സ് എന്താ മക്കളെ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഇടപഴകി അവർക്ക് എങ്ങനെയൊക്കെയാണോ ഒരു തരത്തിലും അവരെ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കാത്ത രീതിയിൽ നല്ല പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ നല്ലൊരു എൻവിറോൺമെൻറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് IIMൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യുന്നുള്ളത്. എനിവേ നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കാറുള്ള ഒരു കാര്യമുണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഓൺ ക്യാമ്പസിലേക്ക് പോകണം. അവിടെ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഒരു എവറിത്തിങ് ഒരു കൊടക്കയിൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം. എന്താണ് ആക്ച്വലി എന്താണ് ഹരിയുടെ ഒരു ഡ്രീം എന്താണ്? നമ്മൾ ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റുഡൻസിന് എക്സാംസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫുൾ ടൈം അവർ ഈ കോഴ്സിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയം ഫുൾ ടൈം ഇതിലേക്ക് വേണ്ടി തന്നെ, അതായത് ഈ പഠിത്തത്തിലേക്കും അല്ലെങ്കിൽ ആ കോഴ്സിലേക്ക് ഫുൾ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു ക്യാമ്പസിനകത്ത് നമ്മുടെ എല്ലാം ഹോസ്റ്റലുകളും പിന്നെ ക്ലാസ് റൂംസുകളും എല്ലാം വരുന്ന രീതിയിൽ ഫുൾ ടൈം ഒരു 24 hours റൺ ചെയ്യുന്ന ഒരു ക്യാമ്പസ് എന്നുള്ളതാണ് നമ്മളുടെ ഫ്യൂച്ചർ. എനിവേ എനിക്ക് തോന്നുന്നത് ഈ ഒരു കൾച്ചർ ഉണ്ടല്ലോ, എന്നുവെച്ചാൽ ഈ CA ഫൈനലിലൂടെ തുടങ്ങി വെച്ച ഒരു ക്യാമ്പ് കൾച്ചർ, ഒരു റെസിഡൻഷ്യൽ ബാച്ച് കൾച്ചർ, അത് വേ ഫോർവേഡ് ഒരുപാട് ഒരു മാറ്റം കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം സൊസൈറ്റിയിലൊരു അപ്രിഹെൻഷൻ ഉണ്ട്, CA കോഴ്സ് ഭയങ്കര ടഫാണെന്നുള്ളൊരു അപ്രിഹെൻഷൻ ഉണ്ട്. അത് നമ്മൾക്ക് ഇതിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലാസ്റ്റ് ടൈമിലാണ് എനിക്ക് തോന്നുന്നത് 30+ സ്റ്റുഡൻസ് എക്സാം എഴുതിയിട്ട് CA ഫൈനലിൽ ഒരു 15-16 കുട്ടികൾ പാസ്സായിട്ടുണ്ട് അല്ലേ. നിയർലി ഒരു 50% CA ഫൈനലിൽ നമ്മൾ എന്തായിട്ടുണ്ട് ഫസ്റ്റ് ബാച്ചിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. സോ സ്ലോലി നമുക്ക് ഈ ഒരു സാധനം ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. തീർച്ചയായും നാഷണൽ ആവറേജ് ഒരു 10-15% വരുമ്പോൾ പോലും നമുക്ക് ഒരു അറൌണ്ട് 50%ലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മാക്സിമം അവരിവിടെ വരുന്ന എഫേർട്ടുകൾക്ക് സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്ന ടൈമിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇടുന്ന എഫേർട്ടുകൾ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതൊക്കെയാണ്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ IIMനെ കുറിച്ച് പറയാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവൻ CA ഫൈനൽ സ്റ്റുഡൻസ് വരെ പറഞ്ഞിട്ടുണ്ട്, പല ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കേരളത്തിൽ നിന്ന് മൊത്തം കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഈ കുട്ടികൾ എന്നോട് തന്നെ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, ഇത്രയും നല്ലൊരു ഫെസിലിറ്റി ഇവിടെ വെച്ചിട്ട്, ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട്, ഇത്രയും നല്ല റിസൾട്ട് കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ട് ഇത് ആഡ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഇത് പുറത്തേക്ക് അറിയുന്നില്ല എന്നുള്ളത്. സത്യത്തിൽ ഞാനും പേഴ്സണലി എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ആർ വീക്ക് ഇൻ അഡ്വർടൈസ്മെൻറ്റ്. പക്ഷേ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് എന്നോടും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഹരി അത് എന്നോടും പലരും പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസ് ഇപ്പം തന്നെ പലർക്കും IIMനെ കുറിച്ച് പുറത്തേക്ക് അറിയുന്നില്ല. നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ വളരെ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് സ്റ്റുഡൻസ് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. കാരണം ഇത്രയും റിസൾട്ട്സുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു നമുക്ക് എവിഡൻ്റ് ആണ്. ലാസ്റ്റ് 12 yearsൻ്റെയൊക്കെ റിസൾട്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ CA ഇൻ്ററിൽ ഇത്രയും ബൂത്ത് ഗ്രൂപ്പുകളും സിംഗിൾ ഗ്രൂപ്പുകളും സ്റ്റുഡൻസ് പാസ്സായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ തന്നെ ഇല്ല എന്ന് ഇവരെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് IIMനെ കുറിച്ച് അറിഞ്ഞത് ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അതാണ് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നാനുള്ളത്. കാരണം ഇത് അറിയുന്നില്ല, പുറത്തേക്ക് അറിയാത്ത രീതിയിലേക്ക് സാധനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഏതായാലും ഈ ഒരു മൗത്ത് പബ്ലിസിറ്റി എല്ലാ സ്ഥലത്തേക്കും എത്തട്ടെ. അതെ, നമ്മൾ മോർ ദാൻ ദ റിയൽ അഡ്വർടൈസ്മെൻറ്റ്, എനിക്ക് തോന്നുന്നത് ഒരു ട്രൂ അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളത് ഈ സ്റ്റുഡൻസിലൂടെ ആൾക്കാർ അറിയുക എന്നുള്ളതും അവരുടെ റെഫറൻസിൽ കുട്ടികൾ വരട്ടെ എന്നുള്ളതാണ്. എനിവേ, താങ്ക് യു ഫോർ ദ നൈസ് ടൈം. താങ്ക് യു ഹരി.